Alhamdulillah. Wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഒന്നില്ലെന്നര ശൈഖുന ഉസ്താദ് അവരുകളെ, മറ്റു മുത്താലിം സുഹൃത്തുക്കളെ, എനിക്കിവിടെ അർപ്പിതമായിട്ടുള്ള വിഷയം ഖബർ എന്നതിനെക്കുറിച്ച് അല്പ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ദുനിയാവിയായ ലോകത്തുള്ള ജീവിതം കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ പരലോകത്തിലേക്ക് കടന്നു പോകും എന്നുള്ളത് വാസ്തവമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി അറിയുന്നതാണ്. ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നാളെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 3 കെട്ട് തുണിയിലുമായി ഞങ്ങൾ വീട്ടിൽ മറച്ച് കിടക്കുമ്പോൾ പലരും ഞങ്ങളുടെ മുഖം നോക്കി പൊട്ടിക്കരയുമ്പോൾ നാളെ ഖബറിന്റെ അകത്തളത്തിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുമ്പോൾ മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് 3 പിടി മണ്ണ് വാരിയിടുന്നത് ഞങ്ങളുടെ മുഖത്തേക്കല്ല, മൂടുപലകയുടെ മുകളിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മുകളിലേക്ക്, ആശകളുടെ മുകളിലേക്ക് മണ്ണ് വാരിയിടുകയാണ്. ആ ഖബറിന്റെ അകത്തളത്തിലുള്ള ജീവിതം ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ഖബറിനകത്ത് നീ കടന്നു ചെല്ലുമ്പോൾ ഖബർ ആദ്യമായി നിന്നെ സ്വീകരിക്കും. നിന്നെ ഒരു ഞെരുക്കലോടുകൂടെ ആ ഖബർ നിന്നെ സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകാര്യം നിനക്ക് ഇല്ലാതാകണമെങ്കിൽ, ആ ഞെരുക്കൽ നിനക്ക് ഇല്ലാതാകണമെങ്കിൽ നീ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് ലോകത്തിന്റെ നായകൻ ഷഫീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്, പരലോക ജീവിതത്തിന്റെ ആദ്യ ഘട്ടമാണ് ഖബർ എന്നുള്ളത്. ഒരു മഹാൻ ഈ മാശറെ കുറിച്ച് പറയുമ്പോൾ കരയില്ലായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മാശറെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടില്ല, നരകത്തെ ഓർത്ത് കരഞ്ഞിട്ടില്ല, സ്വർഗത്തെ ഓർത്ത് കരഞ്ഞിട്ടില്ല, മാശറയിൽ അനുഭവിക്കുന്ന ഭീകരതയെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടില്ല. മറിച്ച് ഖബറിനെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറയുമ്പോൾ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലയോ ഉമറെ, അങ്ങെന്തിനാണ് ഖബർ കേൾക്കുമ്പോൾ കരയുന്നത്? മാശറെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് നടുങ്ങാത്ത നിങ്ങൾ എന്തിനാണ് ഖബറിനെ കുറിച്ച് ഓർത്ത് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, ആദ്യ വീടാണ് ഖബർ, അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്തിന് ഭയപ്പെടണമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. ആ ഖബർ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിജയം വേണമെങ്കിൽ, അവിടെ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മാത്രമല്ല, ലോകത്തിന്റെ നായകന് ഖബർ ജീവിതത്തെ കുറിച്ച് ഒരുപാട് ഭീകര സംഭവങ്ങൾ പറയുമ്പോൾ സ്വഹാബാക്കൾ കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭീകരത കേട്ട് ഞങ്ങൾ ഖബറിലാണെന്ന് ഓർത്തുപോയി കരഞ്ഞ ഒരുപാട് സ്വഹാബാക്കൾ ഞങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഖബർ ജീവിതം ഓർത്ത് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.